ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ക്രീം ചീസിൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അപ്പം ഞാനൊരു വളരെ കുറച്ചാട്ടോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമല്ലേ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ അളന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് പാട കെട്ടാതെ ഇളക്കി കൊടുക്കണം. അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ആഡ് ചെയ്യണം. ഞാൻ നാരങ്ങ നീരാട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് പിരിഞ്ഞ് കിട്ടും. ഇത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ അരിപ്പ് ചെറുതായതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ കോരി ഇടുന്നത്. വലുതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ലോണം എല്ലാം കിട്ടും. പിന്നെ ഇതൊന്ന് നമുക്ക് വാഷ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ആ ഒരു പാലിൻ്റെ ആ ഒരു പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇതുപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം തോരാൻ വേണ്ടി ഒന്നും കൂടെ മാറ്റി വെക്കണം. അതെല്ലാം വെള്ളം തോന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് തട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് കുറച്ചേ ഉള്ളതുകൊണ്ട് മിക്സ് ആവത്തില്ല. അപ്പോൾ അതും കൂടെ നമ്മളെടുത്ത് സെൻട്രൽ പോർഷനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു 5-6 വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ക്രീമി ടെക്സ്ചറിൽ വരുമ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇതിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഞാനിത് ഉണ്ടാക്കിയത് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.